നമസ്കാരം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്കെതിരെ ആദ്യമായി വിമർശനവുമായി CPM നേതാക്കൾ. പി. ജയരാജനും സ്പീക്കർ എൻ ഷംസീറുമാണ് ടി.പി. കേസ് പ്രതികൾക്കെതിരെ രംഗത്ത് വന്നത്. പ്രതികളെ സ്ഥിരമായി ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരാറുള്ള CPM നേതാക്കൾ വിമർശനവുമായി രംഗത്ത് വന്നത് രാഷ്ട്രീയ കൗതുകത്തിനും ഇട നൽകിയിട്ടുണ്ട്. കൊടിസുനിയുടെയും സംഘത്തിന്റെയും പേരിൽ പാർട്ടിയും സർക്കാരും സ്ഥിരമായി വിമർശനം കേൾക്കുന്ന പശ്ചാത്തലത്തിൽ ഇക്കുറി നേതാക്കൾ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത പശ്ചാത്തലത്തിലാണെന്നാണ് സൂചന. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിയും സംഘവും പോലീസിനെ കാവൽ നിർത്തി മദ്യപിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത് CPM-നും സർക്കാരിനും ഏറെ നാണക്കേടായിരുന്നു. ഇതോടെയാണ് ടി.പി. കേസ് പ്രതികളെ പാർട്ടി തള്ളിപ്പറയുന്നത്. മദ്യപാന ദൃശ്യങ്ങൾ പുറത്തുവന്ന സംഭവത്തിൽ കടുത്ത പ്രതികരണമാണ് CPM നേതാവ് പി. ജയരാജൻ നടത്തിയത്. സംഭവത്തിൽ നടപടിയെടുക്കുമെന്നും അതാണ് സർക്കാർ നയമെന്നും ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടിയെടുക്കും. അതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ നയം. ഗവൺമെന്റ് കർശനമായ നടപടിയെടുത്തിട്ടുണ്ട്. കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടിയാണ്. തെറ്റ് ചെയ്തവർക്കെതിരെ സർക്കാർ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊടിസുനിക്ക് ഇനി പരോൾ അനുവദിക്കില്ലെന്നും ജയിൽ ഉപദേശക സമിതി അംഗം പി. ജയരാജൻ പറഞ്ഞു. കൊടിസുനിയും സംഘവും നടത്തിയ മദ്യപാനം പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്തതാണെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജയിലിനകത്ത് മദ്യപിച്ചതായി എൻ്റെ ശ്രദ്ധയിലില്ല. ജയിലിൻ്റെ പുറത്തു നിന്ന് കഴിച്ചതായി അറിഞ്ഞു. അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ആരെങ്കിലും ജയിൽ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ കണ്ട് ആവശ്യമായ നടപടി ഷംസീർ പറഞ്ഞു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിയും സംഘവും പോലീസിനെ കാവൽ നിർത്തി മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പ്രതികളെ കഴിഞ്ഞ 17-ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴായിരുന്നു സംഭവം. തലശ്ശേരി കോടതിയിൽ നിന്ന് വരുന്ന വഴിയാണ് പ്രതികൾ മദ്യം കഴിച്ചത്. ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ മദ്യപിക്കാൻ അവസരമൊരുക്കിയായിരുന്നു. തലശ്ശേരിയിലെ ഹോട്ടലിന്റെ മുറ്റത്ത് വെച്ചായിരുന്നു പരസ്യ മദ്യപാനം. കോടതിയിൽ നിന്നും മടങ്ങുമ്പോഴാണ് കുറ്റവാളികൾക്ക് മദ്യവുമായി സുഹൃത്തുക്കൾ എത്തിയത്. സംഘത്തിൽ ടി.പി. കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫിയും ഷിനോജും ഉണ്ടായിരുന്നു. മദ്യപാനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രതികൾക്ക് അകമ്പടി പോയ AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വൈശാഖ്, വിനീഷ്, ജിഷ്ണു എന്നിവരെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ മുഖം രക്ഷിക്കുകയായിരുന്നു. അതേസമയം പുതിയ സാഹചര്യത്തിൽ കൊടിസുനി ഉൾപ്പെടെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കൈവിലങ്ങ് വെക്കാനും എസ്കോർട്ടിന് മുതിർന്ന ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മാഹി ഇരട്ടക്കൊലക്കേസിൽ വിചാരണ പൂർത്തിയാകാനുള്ളതിനാൽ കൊടിസുനി അടക്കമുള്ള പ്രതികളെ വീണ്ടും തലശ്ശേരി കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. ആ സാഹചര്യത്തിൽ CPM-മാർക്ക് പകരം ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥരെ എസ്കോർട്ടിന് നിയോഗിക്കാനാണ് പുതിയ തീരുമാനം. സാധാരണ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ കൈവിലങ്ങ് വെക്കാറില്ലെങ്കിലും കൊടിസുനിക്കും സംഘത്തിനും ഇനി ആ ഇളവുണ്ടാകില്ല. കോടതിയിലേക്കും തിരിച്ചുമുള്ള യാത്രയിലും അതിനിടയ്ക്ക് നിരീക്ഷണത്തിന് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. ചട്ടം ലംഘിച്ചുള്ള മദ്യപാനത്തിൽ പ്രതികൾക്കെതിരെ കേസെടുക്കുന്നതിനെക്കുറിച്ചും പോലീസ് ആലോചിക്കുന്നുണ്ട്. കൊടിസുനിക്കും സംഘത്തിനും മദ്യപാനത്തിന് ആദ്യമായിട്ടല്ല അവസരമൊരുക്കുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം അതേ ജയിലിൽ നിന്ന് കൊണ്ടുപോയ കൊടിസുനിക്കാണ് മദ്യപാനത്തിന് അവസരമൊരുക്കിയത്. മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ വിവാദം കെട്ടടങ്ങുന്നതിന് മുമ്പേ കൊടിസുനിയുടെയും സംഘത്തിന്റെയും മദ്യപാനം കൂടി വന്നത് പോലീസിന് ആകെ നാണക്കേടായി. ഇതിനിടെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് ജാമ്യത്തിലായിരുന്ന കൊടിസുനിയെ കണ്ണൂർ ജയിലിൽ തിരിച്ചെത്തിച്ചു.